കുക്കറിലേക്ക് നമുക്കിതേ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് 2 വിസിലിന് അങ്ങ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിള വരാനായിട്ട് നിൽക്കേണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൊണ്ട് ഞാൻ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടോളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും.